അപ്പോൾ നമുക്ക് ഒരു റാപ്പിഡായിട്ട് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് റിവർബറേഷൻ? ഈ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ഓപ്ഷൻസും വായിച്ചു നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് സൗണ്ട് ബൈ വാൾ, ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ എ എൻക്ലോസ്ഡ് സ്പേസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആംപ്ലിഫിക്കേഷൻ ഓഫ് സൗണ്ട് ഡ്യൂ ടു റെസൊണൻസ്, ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ത്രൂ വാൾസ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ എൻക്ലോസ്ഡ് സ്പേസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഡിസ്റ്റിങ്ക്റ്റീവ് റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട് ഇൻ എൻക്ലോസ്ഡ് സ്പേസ്? സോ ഇതിൻ്റെ ആൻസർ എന്താണ് നിങ്ങൾ കണ്ടെത്തുക. സോ കുറച്ച് ടൈം ഞാൻ തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ പറയുന്നുള്ളൂ. സോ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൗസ് ചെയ്തിട്ട് ആൻസർ, ഈവൻ പൗസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചിലത് ഇതൊക്കെ ഡയറക്റ്റാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ വിച്ച് ഫാക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്റ്റിങ്ക്റ്റ് റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട് ഇൻ ആൻ എൻക്ലോസ്ഡ് സ്പേസ്? സോ ഇവിടെ റെപ്പറ്റേഷൻ ഓഫ് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, റിവർബറേഷൻ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് റെപ്പറ്റേഷൻ എന്ന് പറയുന്ന പേരാണ് എന്ത്, എക്കോ എന്ന് പറയുന്നത്. സോ എക്കോ ആണ് ആൻസർ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് എക്വലൻ ഇഫക്റ്റ്? സോ എക്വലൻ ഇഫക്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ഒരു 5 സെക്കൻഡ് നിങ്ങൾക്ക് തരാം. സോ ഇതിന് ആൻസർ വരുന്നത് പിന്നെ റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഫ്രം സീരീസ് ഓഫ് സർഫേസ് ലൈക്ക് സ്റ്റെപ്സ് ഓർ റെയിലിംഗ്, അതാണ് അതിൻ്റെ ആൻസർ. സോ ആക്ച്വലി ഇറ്റ് ഇസ് എ സക്സഷൻ ഓഫ് എക്കോസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഫ്രം എ സീരീസ് ഓഫ് സർഫേസസ് ആണ് എക്കലോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ഫോക്കസിങ് ഇൻ അക്വസ്റ്റിക്? എന്താണ്, സൗണ്ട് ഈസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടിങ്, സൗണ്ട് വേവ് കൺവേർജ് അറ്റ് എ പോയിൻറ്റ്, ആംപ്ലിഫൈങ് സൗണ്ട് ലോക്കലി, നോയ്സ്. സോ ആൻസർ എന്താണ് നിങ്ങൾ കണ്ടെത്തുക. ഒരു 5 മിനിറ്റ് ഞാൻ തരാം, 5 സെക്കൻഡ് തരാം. നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, പി. സോ സൗണ്ട് വേവ് കൺവേർജ് അറ്റ് എ പോയിൻറ്റ്, ആംപ്ലിഫൈങ് സൗണ്ട് ലോക്കലി. അതുകൊണ്ടാണ് ഫോക്കസിങ് അൺഡിസൈറബിൾ ആണ്. ഓക്കെ, എന്താണ് റെസൊണൻസ് ഒക്കർ വെൻ? എന്താണ് പറയൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൻ്റെ ഓരോ ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ബിൽഡിംഗ് ആംപ്ലിഫൈ ദ സ്പെസിഫിക് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് നോയ്സ് ഇൻ ബിൽഡിംഗ്? സോ നോയ്സ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സൗണ്ട് അബ്സോർബ് ചെയ്യണം. കൂടുതൽ സൗണ്ട് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൽഫൻ്റെ വാല്യൂ നിയർലി 1 ഈക്വലാണ്. അങ്ങനെ നിയർലി 1 ഈക്വലായി 0.95 ആണ് പോളി യൂറത്തേൻ ഫോമിൻ്റെ, അത് ഏറ്റവും ഹയസ്റ്റും. കോൺക്രീറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആണ് 0.01 to 0.03. സോ പോളി യൂറത്തേൻ ഫോം PUF എന്നും പറയും ഇതിനെ, ആണ് അതിൻ്റെ ആൻസർ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് നോയ്സ് ഇൻ ബിൽഡിംഗ്? എന്താണ് ബിൽഡിങ്ങിലെ നോയ്സിനുള്ള മെയിൻ കോസ് എന്ന് പറയുന്നത്? ഓക്കെ, ഒന്ന് എക്കോ ഉണ്ട്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ അൺവാണ്ടഡ് സൗണ്ട് സോഴ്സസ്, റെസണൻസ്. ഓക്കെ, നോയ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് ആലോചിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ ബീസ് എന്താണ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ അൺവാണ്ടഡ് സൗണ്ട് സോഴ്സസ്. ഓക്കെ, ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ കോസ് സ്പീച്ചസ് ടു ബി അൺക്ലിയർ ഡ്യൂ ടു സൗണ്ട് ലിങ്കറിങ് ടു ലോങ് ഇൻ എ റൂം? ഇത് വളരെ നമ്മൾ അക്വസ്റ്റിക് ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളൊന്ന് ആൻസർ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. ആൻസർ എന്ന് പറയുന്നത് റിവർബറേഷനാണ്. കാരണം റിവർബറേഷൻ എക്സസീവ് ആകാനും പാടില്ല, വളരെ ലോ ആകാനും പാടില്ല. സോ എക്സസീവ് ആയി കഴിഞ്ഞാൽ അൺക്ലിയർ സ്പീച്ചും അൺക്ലിയർ ഡിസ്റ്റോർട്ടഡ് സൗണ്ടും ഉണ്ടാവും. സോ ആൻസർ റിവർബറേഷനാണ്. സോ വാട്ട് ഈസ് ദ ഐഡിയൽ റിവർബറേഷൻ ടൈം ഫോർ ലെക്ചർ ഹാള്? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ന്യൂമറിക്കൽ മാത്രമല്ല തിയററ്റിക്കലായിട്ടും നല്ലോണം ചോദിക്കും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 to 2 സെക്കൻഡ് ആണ് ഐഡിയൽ റിവർബറേഷൻ ടൈം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ അഫക്റ്റിംഗ് ബിൽഡിംഗ് അക്വസ്റ്റിക്സ്? നമ്മൾ ഫാക്ടർ ഡിസ്കസ് ചെയ്തു.
ഇതിൽ അയണത്തിൽ ഉൾപ്പെടാത്ത ഫാക്ടർ ഏതാണ് കണ്ടെത്തിയാൽ മതി. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. സോ ലൗഡ്നെസ് ഇൻഫ്ലുവൻസ് ചെയ്യും, എക്കോ, റെസൊണൻസ്, അതുപോലെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അറിയാം? എക്കോലോൺ ഇഫക്റ്റ്, ഫോക്കസിങ്, അതുപോലെ റെസൊണൻസ്, പിന്നെ അങ്ങനെ അപ്പോൾ 7 ഫാക്ടേഴ്സാണ് നമുക്ക് ഉള്ളത്. റിവർബ്രേഷൻസ്, അങ്ങനെ 7 ഫാക്ടേഴ്സ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ഡി. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. സോ ഇനിയും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.